കാടിന്റെ ഒരു വനത്തിന്റെ സ്മെല്ലാണ്. പക്ഷെ വനം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ബൊട്ടാനിക്കൽ അല്ലെങ്കിൽ ഒരു 100% ഗ്രീനറി അല്ലെങ്കിൽ പച്ച മരുന്ന്, പച്ചില അല്ലെങ്കിൽ പുല്ല് അങ്ങനെയുള്ള ഒരു ടൈപ്പ് മണമല്ല. വെയിലത്ത് നന്നായിട്ട് നിന്ന് കേട്ടോ ഈ സാധനം. വെയിലത്ത് അടിച്ചിട്ട് പോയിട്ട് വെയിലത്ത് നന്നായിട്ട് നിന്നു. അപ്പം എങ്കിലും ഞാൻ കൂടുതൽ ഹൈപ്പ് കൊടുക്കുന്നത് ഒരു 6 മണിക്കൂർ. അപ്പൊ ഓവറോൾ എങ്ങനെയാണ് ഈ പെർഫ്യൂം എടുക്കണോ? ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് റേഹാന്റെ ജംഗിൾ വൈബ്. ഈ ഒരു പെർഫ്യൂം എനിക്ക് റെക്കമെൻഡ് ചെയ്തത് പത്തനംതിട്ടയിലുള്ള സോബിച്ചേട്ടനാണ്. അദ്ദേഹം ഇത് ട്രൈ ചെയ്തിട്ട് എന്നോടൊന്ന് റിവ്യൂ ചെയ്യാൻ ആവശ്യപ്പെട്ടു. അപ്പം ഇദ്ദേഹത്തിന് അറിയാം എന്റെ പെർഫ്യൂമിനോടുള്ള ടേസ്റ്റ്, പ്രത്യേകിച്ച് ഈ ഫ്രഷ് പെർഫ്യൂമിനോടുള്ള ടേസ്റ്റ് അറിഞ്ഞിട്ടാണ് എനിക്ക് ഈ ഒരു പെർഫ്യൂം റെക്കമെൻഡ് ചെയ്തത്. അപ്പൊ എനിക്ക് ഈ ഫ്രഷ് മണങ്ങളോട് താല്പര്യമുള്ളതുകൊണ്ട് വളരെ യുണീക്ക് ആയിട്ടുള്ള പെർഫ്യൂം ഏതാണെങ്കിലും ഞാൻ വാങ്ങും. അപ്പൊ ഈ റൈഹാന്റെ ഒരു പ്രത്യേകത, റൈഹാൻ ഇതുവരെ ട്രൈ ചെയ്തൊക്കെ എനിക്ക് വർത്തായിരുന്നു. ആ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല ക്വാളിറ്റി ഉള്ള ജ്യൂസാണ് ഇത് നൽകിയിട്ടുള്ളത്. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് റൈഹാൻ ഞാൻ ചൂസ് ചെയ്യുന്നത്. പലപ്പോഴും ഞാൻ റിവ്യൂവിൽ അല്ലെങ്കിൽ കമന്റിൽ പറയാറുണ്ട്, ക്ലോൺസ് അല്ലെങ്കിൽ ഇൻസ്പയർഡ് പെർഫ്യൂംസ് ഒരുപാട് പ്രൊമോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അത് എൻകറേജ് ചെയ്യുന്ന ഒരാളല്ല ഞാൻ. ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഡിസൈനർ അല്ലെങ്കിൽ നീഷ് വാങ്ങുക, ആ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു എനിക്ക്. പക്ഷെ റൈഹാന്റെ സാധനങ്ങൾ ഞാൻ ട്രൈ ചെയ്തപ്പോൾ ഇതുവരെ ട്രൈ ചെയ്തൊക്കെ വർത്തായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ തുടരെ അത്രയും വില കൊടുത്ത് 10,000, 10,000, 20,000 രൂപ മുടക്കി വാങ്ങാൻ ബഡ്ജറ്റ് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള പെർഫ്യൂംസ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്. പലപ്പോഴും നിങ്ങൾ കമന്റ് കണ്ടു കാണും, സാധാരണക്കാർക്ക് കൂടി വേണ്ടി പെർഫ്യൂം ചെയ്യണം എന്നുള്ള കമന്റ് കണ്ടിട്ടുണ്ടാവും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ റൈഹാൻ എന്നുള്ളൊരു ബ്രാൻഡ് ഞാൻ തിരഞ്ഞെടുത്തത്. ഇനിയും നല്ല ബ്രാൻഡുകൾ ചിലപ്പോൾ കാണുമായിരിക്കാം. ഓക്കെ, അപ്പൊ ഇന്ന് നടക്കാനുള്ളത് ജംഗിൾ വൈബ്. ഈ ഒരു പെർഫ്യൂമിനെ കുറിച്ച് പറയാം. ഈ ഒരു പെർഫ്യൂമിനെ കുറിച്ച് എനിക്ക് യാതൊരു അറിവില്ല, യൂട്യൂബിൽ ഒരു റിവ്യൂ കണ്ടിട്ടില്ല, ഞാൻ ഫ്രാഗ്രൻറ്റിക്കയിൽ ഇതിനെ ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എന്റെ നോട്ട് എന്താണ്, ഇതിന്റെ മണം എന്താണ് ഒന്നും അറിയില്ല. ബ്ലൈൻഡ് ആയിട്ട് എന്റെ ടേസ്റ്റ് അറിയാവുന്ന നമ്മുടെ സെയിം വേവ് ലെങ്ത് ഉള്ള ഒരാൾ എനിക്ക് റെക്കമെൻഡ് ചെയ്തു. അത്രേ ഉള്ളൂ. ആ ഒരു അടിസ്ഥാനത്തിലാണ് ഞാനിത് വാങ്ങിയത്. ഒരാഴ്ചയായിട്ട് ഞാനിപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്തിട്ടുള്ള അനുഭവങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ എനിക്ക് കിട്ടുന്ന മണം എന്താണോ അത് ഞാൻ പറയാം. അല്ലാതെ ഒരു നോട്ടും ഒന്നും വായിച്ചിട്ടല്ല, ഇതിനകത്ത് നോട്ട് മെൻഷൻ ചെയ്തിട്ടുമില്ല, സൈറ്റിലും ഇല്ല. ഏതൊരു പെർഫ്യൂമിന്റെ ഇൻസ്പയർ ആണെന്ന് മാത്രം അറിയാം. ആ പെർഫ്യൂം ഏതാണെന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ ഞാനത് പറഞ്ഞേനെ. അപ്പൊ എന്റെ മൂക്കിനെ മാത്രം ആശ്രയിച്ച് എനിക്ക് കിട്ടുന്ന അനുഭവം, എനിക്ക് കിട്ടുന്ന മണം എന്താണ് അത് മാത്രമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ബോക്സിനെ കുറിച്ചാണ്, ബോക്സ് ഒരു സാധാരണ സിമ്പിൾ ആയിട്ടുള്ള ബോക്സ് ഡിസൈൻ ആണ്. റൈഹാന്റെ ഇതുവരെയുള്ള ബോക്സുകളൊക്കെ അങ്ങനെ തന്നെയാണ്, വലിയ ആഡംബരങ്ങളൊന്നുമില്ല. അതിന് അത്ര വലിയ വിലയുള്ള സാധനമല്ല, ഒരു 3,000 രൂപ താഴെയാണ് വില വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്ര വലിയ ആഡംബരമുള്ള ബോക്സ് ഒന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള ബോക്സ് ഡിസൈൻ ആണ്. 100 ml ആണ് EDP കോൺസെൻട്രേഷൻ. പിറകിലൊന്നുമില്ല, താഴെ ബാച്ച് കോഡും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, മുകളിൽ റൈഹാന്റെ പേര്. ഇത്രയേ ഉള്ളൂ ബോക്സ് എന്ന് പറയാം. ഒരു കാര്യം പറയാനുള്ളത്, റൈഹാന്റെ ക്യാപ്പ് നിങ്ങൾ ഇങ്ങനെ പിടിച്ച് ബുക്ക് എടുക്കാൻ നോക്കരുത്, ചിലപ്പോൾ ഊരി പോകും. അത്ര പവർഫുൾ ആയിട്ടുള്ള മാഗ്നറ്റിക് അല്ല, മാഗ്നറ്റിക് ക്യാപ്പാണ്, പക്ഷെ അത്ര പവർഫുൾ ആയിട്ടുള്ള ഷനലിനും ഡിയോറിനുള്ളത് പോലുള്ള പവർഫുൾ ആയിട്ടുള്ള മാഗ്നറ്റിക് അല്ല. അത് മനസ്സിലാക്കുക. ചിലർ പൊക്കി എടുക്കുമ്പോൾ താഴെ വീണ് പൊട്ടാനുള്ള സാധ്യത ഉണ്ട്. ഇതാണ് ബോട്ടിൽ ഡിസൈൻ വരുന്നത്. സാധാരണ റൈഹാന് വരുന്ന ബോട്ടിൽ ഡിസൈൻ എന്താണ് അത് തന്നെയാണ്. ബാക്കിൽ ഇതേപോലെ പാറ്റേൺ വരും, സൈഡിൽ റൈഹാൻ എന്ന് കൊത്തി വെച്ചിട്ടുണ്ട്, എൻഗ്രേവ് ചെയ്തിട്ടുണ്ട്. താഴെ ബാച്ച് കോഡ്, വേറൊന്നുമില്ല. EDP കോൺസെൻട്രേഷൻ. ക്യാപ്പ് മാഗ്നറ്റിക് ക്യാപ്പ് സ്വർണ്ണ നിറത്തിലാണ് ഇവിടെ റൈഹാൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ബോട്ടിൽ ഡിസൈൻ വരുന്നത്. ഈ ബോട്ടിലിനകത്ത് ശരിക്കും നമ്മൾ ഈ നോട്ട് ഫ്രാഗ്രൻറ്റിക്ക് കൊടുത്തില്ലെങ്കിൽ പോലും ഈ ബോട്ടിൽ ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ മണം എന്താണെന്നൊരു പിടി കിട്ടും. ഈ ബോട്ടിലിന്റെ പേരുണ്ടല്ലേ, പെർഫ്യൂമിന്റെ പേര് ജംഗിൾ വൈബ് എന്നാണ്. അപ്പൊ ഒരു ജംഗിൾ, ഒരു കാടിന്റെ, ഒരു വനത്തിന്റെ സ്മെല്ലാണ്. പക്ഷെ വനം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ബൊട്ടാനിക്കൽ അല്ലെങ്കിൽ ഒരു 100% ഗ്രീനറി അല്ലെങ്കിൽ പച്ച മരുന്ന്, പച്ചില അല്ലെങ്കിൽ പുല്ല് അങ്ങനെയുള്ള ഒരു ടൈപ്പ് മണമല്ല. ആ ഒരു ടൈപ്പ് കാടിന്റെ മണമല്ല. നമ്മുടെ ലാലിക് എൻഗ്രേനോറോ ആ ഒരു പെർഫ്യൂം പോലെ ഒരു കാടിന്റെ ഒരു മണമല്ല. 100% ഒരു കാടിന്റെ ഒരു ചുവയുമല്ല. നമ്മളിപ്പോ ഒരു ഫോറസ്റ്റ് ടൈപ്പ് സ്മെൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് എന്താണ്? നനഞ്ഞു കുതിർന്ന പുല്ലും വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറും കാടിന്റെ വന്യതയും നിഗൂഢതയും വൃക്ഷലതാദികൾ പടർന്ന് പന്തലിച്ചു കിടക്കുന്ന ഒരു കാട്. ആ ഒരു കാടിന് ഒരു ഗ്രീൻ സ്മെല്ലായിരിക്കില്ല. പക്ഷെ ഇത് അതല്ല. ഇത് ഈ ജംഗിൾ വൈബ് എന്നുള്ള ഈ പെർഫ്യൂമിനകത്തുള്ള കാടിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഈ കാർട്ടൂണിലൊക്കെ കണ്ടിട്ടുള്ള കാടുകളില്ലേ, നമുക്ക് പോയി ഇരിക്കാനൊക്കെ തോന്നും. ചില കാർട്ടൂണൊക്കെ കാണുമ്പോൾ ആ കാർട്ടൂണിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന കാടുകൾ കണ്ടിട്ടില്ലേ, അതുപോലുള്ള ഒരു ഫണ്ണി ആയിട്ടുള്ള ഒരു ജ്യൂസാണിത്. ഫണ്ണി ആയിട്ടുള്ള ഒരു കാടില്ലേ, നമ്മൾ കാർട്ടൂണിൽ കാണുന്ന പോലെ, അല്ലെങ്കിൽ ചിത്രം നല്ല വാൾപേപ്പർ ലാൻഡ്സ്കേപ്പിലൊക്കെ കാണുന്ന, വാൾപേപ്പറിലൊക്കെ കാണുന്ന ഒരു കാടിന്റെ ഒക്കെ വളരെ ഭംഗിയുള്ള കാട്, അല്ലാതെ വന്യത തോന്നുന്ന കാടിന്റെ ഭീകരത തോന്നിക്കുന്ന കാടല്ല, പക്ഷെ കണ്ണിന് നല്ലൊരു ഒരു ഉന്മേഷം തരുന്ന കാടില്ലേ, മുളം കാടുകൾ, ഇടതൂർന്ന് വളരാത്ത കാടുകൾ, അതിന്റെ മണമാണ് ഇതിന്. അതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഞാൻ പറയാം. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു സ്പ്രെയർ ആണ് റൈഹാൻ ഇതുവരെ നൽകിയിട്ടുള്ളത്. ഓക്കെ, നമ്മളിത് അടിക്കുമ്പോൾ ഞാൻ ഉറപ്പിച്ച് പറയാം, ആദ്യത്തെ സ്പ്രേ തന്നെ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന ടൈപ്പുള്ള ഒരു കാടിന്റെയോ അല്ലെങ്കിൽ പുല്ലിന്റെയോ പച്ചപ്പിന്റെയോ മണമല്ല. ഇടയ്ക്കൊക്കെ ടി വിയിൽ നമ്മൾ 4K ക്വാളിറ്റിയിൽ ഇരുന്ന് കാണില്ലേ, ഈ സ്വിറ്റ്സർലൻഡ് പല രാജ്യങ്ങളുടെയൊക്കെ വീഡിയോ, 1/2 മണിക്കൂറും 1 മണിക്കൂറൊക്കെ വീഡിയോ കാണാറില്ലേ. അപ്പൊ ആ വീഡിയോയില്
സ്വിറ്റ്സർലൻഡിലെ ആൽപ്സ് പർവ്വത നിരകൾ, മൊട്ടക്കുന്ന് ആൽപ്സ് പർവ്വത നിരകളുടെ താഴെയുള്ള സ്വിറ്റ്സർലൻഡിലെ വീടുകൾ. അപ്പൊ അവിടുത്തെ മൊട്ടക്കുന്നുകളും ദൂരെ മഞ്ഞ് കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ആൽപ്സ് പർവ്വത നിരയും, പശുക്കൾ മേയുന്നതും, ചെറിയ ഒരു റോഡിന് ഇരുവശമായിട്ട് വിടർന്നു നിൽക്കുന്ന നമ്മൾ കണ്ണ് കണ്ടിട്ടില്ലാത്ത പുതിയ പുതിയ തരത്തിലുള്ള പൂക്കളുകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്വിറ്റ്സർലൻഡിലെ ഒരു ഫീലാണ് ഈ പെർഫ്യൂമിനകത്തുള്ളത്. നിങ്ങൾ അത് ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നും ആ ഒരു ഫീൽ, ആ സ്വിറ്റ്സർലൻഡിൽ ഒരു ഫീൽ കിട്ടും. ആ റോക്കി മൗണ്ടൻസ് കാനഡയിലുള്ള അതുപോലെ അങ്ങനെയുള്ളൊരു ഫീലാണ് ഈ പെർഫ്യൂമിന്. ഒരു കുളിർമയുള്ളൊരു മണം, അതാണ് എനിക്ക് പറയാൻ ആഗ്രഹം. ഒരു കുളിർമയുള്ളൊരു മണം. നിങ്ങൾ ഹെർബൽ പെർഫ്യൂംസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ രാധാ സോപ്പ് അല്ലെങ്കിൽ ഹമാം, ചന്ദ്രിക അതൊന്നും വിചാരിക്കണം. ആ ടൈപ്പ് മണമല്ല. നിങ്ങൾ എന്താണോ മനസ്സിൽ വിചാരിച്ചത് അതല്ല. ഈ ജംഗൽ എന്നുള്ള പേര് വായിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ആ മണമല്ല, അതല്ല, ആ മണമേ അല്ല. ഇതിന് പെർഫ്യൂംസിന്റെ മാറിലി ഗ്രീൻലിയുമായിട്ട് ചെറിയൊരു സമയമുണ്ട്. ഗ്രീൻലിയുടെ ഒരു ഗ്രീൻ ആപ്പിളിന്റെ ഒരു ചുവ, ഗ്രീൻ ആപ്പിൾ വെച്ചിട്ട് ഒരു കോക്ടെയിൽ ഉണ്ടാക്കിയുള്ള ഒരു മണമില്ലേ, ആ ഗ്രീൻ ആപ്പിളിന്റെ ഒരു സ്മെല്ലുണ്ട് ഓപ്പണിങ്ങിൽ. ഒരു ഫ്രൂട്ടി നോട്ടുണ്ട് എന്തായാലും. ഗ്രീൻ ആപ്പിൾ, ഒപ്പം തന്നെ ബ്ലാക്ക് കറന്റ്, ഗ്രീൻ ആപ്പിൾ, മിന്റ് എനിക്ക് കിട്ടുന്ന മണമാണ്. ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ളതല്ല, എനിക്ക് കിട്ടുന്ന മണമാണ്. ഓപ്പണിങ്ങിൽ ഗ്രീൻ സ്മെല്ലുണ്ട്, ഒപ്പം ഈ ഗ്രീൻ ആപ്പിൾ, പിന്നെ ഒരു ബ്ലാക്ക് കറന്റ് പോലെ ഒരു ഫ്രൂട്ടി, അല്പം പുളിപ്പ് ചേർന്ന ഒരു ഫ്രൂട്ടി സ്മെല്ല് ചെറുതായിട്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല രീതിയിലുള്ള ഈ പറഞ്ഞൊരു ഗ്രീനറിയാണ്. മനസ്സിലൊരു നല്ല, ഞാൻ പറഞ്ഞൊരു സ്വിറ്റ്സർലൻഡിലെ ആ ഒരു പർവ്വത നിരകളും അവിടുത്തെ ഒരു ലാൻഡ്സ്കേപ്പ് വാൾപേപ്പർ മനസ്സിൽ സങ്കല്പിച്ചല്ലോ. എന്നിട്ട് ഈ പെർഫ്യൂമിലേക്ക് നോക്കൂ, അതാണ് അതിന്റെ മണം. ഇത്രയേ ഉള്ളൂ, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. സ്വിറ്റ്സർലൻഡിലെ ആ ഒരു കാലാവസ്ഥയും അവിടുത്തെ ഒരു ഗ്രാമാന്തരീക്ഷവും അവിടുത്തെ സ്വർഗതുല്യമായിട്ടുള്ള ഒരു സ്ഥലവും, ആ ഒരു ഫീൽ അതേപടി ഫോട്ടോ റിയലിസ്റ്റിക് ആയിട്ട് ഒരു പെർഫ്യൂമിൽ നിറച്ചു വെച്ചാൽ എന്നുണ്ടാവും. അതുപോലത്തെ ഒരു ഗ്രീനറി നിറഞ്ഞൊരു പെർഫ്യൂമാണ്. അപ്പോൾ ഇതാണ് ഈ പെർഫ്യൂമിനെ കുറിച്ച് പറയാനുള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു DNA ആണ്. ഏത് പെർഫ്യൂമിനെ പോകണമെന്ന് എനിക്കറിയില്ല, അറിയാവുന്ന ഒരു കമ്പനി പറയാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മണമാണ്. പല പെരുപ്പുണ്ടാക്കുന്ന മണമല്ല, കുത്തലുണ്ടാക്കുന്ന ടൈപ്പ് സാധനമല്ല, ലൈറ്റ് ആണ്, എന്നാൽ ലാസ്റ്റിംഗ് ഉണ്ട്. ഇത് ആരൊക്കെ യൂസ് ചെയ്യണം? ഇത് ആദ്യം എനിക്ക് ട്രൈ ചെയ്തപ്പോൾ പെട്ടെന്ന് മനസ്സിൽ വന്ന ഒരു കാര്യം പറഞ്ഞത്, ഈ ക്രിക്കറ്റ് കളിക്കുന്നവരില്ലേ ഗ്രൗണ്ടിൽ വെയിലത്ത് 38 ഡിഗ്രിയോ 42 ഡിഗ്രി സെൽഷ്യസ് ഒന്നും നോക്കാതെ ടാൻ ആകുമോ കറക്കുമോ വെളുക്കുമോ ഒന്നും ചിന്തിക്കാതെ ഇറങ്ങുന്നവരല്ലേ വെയിലത്ത് ക്രിക്കറ്റ് കളിക്കുക. അതുപോലെ തന്നെ ഫുട്ബോൾ, പിന്നെ ഹൈക്കിങ്ങിന് പോകുന്നവര്, അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റി ചെയ്യുന്നവര്. ഈ ആൾക്കാർക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും, ഇവർ എനർജറ്റിക് ആയിരിക്കും, ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും ചിലപ്പോൾ. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കാണ് ഇത് ഈ ഒരു പെർഫ്യൂം കുറെ കൂടി ചേരുന്നത്. അതുപോലെ തന്നെ ഓഫീസിൽ യൂസ് ചെയ്യാനായിട്ട് വളരെ ഇനോഫൻസീവ് ആയിട്ടുള്ള ഒരു പെർഫ്യൂം. ക്ലീൻ ആയിരിക്കണം, എലഗന്റ് ആയിരിക്കണം, അടുത്തിരിക്കുന്നവർക്ക് അസ്വസ്ഥത ഉണ്ടാകാൻ പാടില്ല, അല്പം യുണീക്ക് ആയിരിക്കണം. ഇപ്പൊ തൊട്ടടുത്ത് അപ്പുറത്തിരിക്കുന്നവർക്ക് ചിലപ്പോൾ ബ്ലൂഡേ ഷാൻ ഉപയോഗിക്കാം, ചിലപ്പോൾ ഡിയോർ സവാഷ് ഉപയോഗിക്കുന്നവരുണ്ടാവാം, ബ്ലൂഡേ ഷാൻ ഉപയോഗിക്കുന്നവരുണ്ടാവാം, ക്രീഡ് അവൻഡസിന്റെ ഇതിന്റെ എല്ലാം ക്ലോണുകൾ ഉപയോഗിക്കുന്നവരുണ്ടാവാം. അപ്പൊ ആ ഗ്യാങ്ങിനിടയിൽ നമ്മൾ ഇതടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് ശ്രദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മാത്രമല്ല ഫ്രഷ് പെർഫ്യൂം അല്ലേ, ഫ്രഷ് പെർഫ്യൂം ആണ് ഓഫീസിൽ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഓഫീസിൽ യൂസ് ചെയ്യാം. ഞാൻ ഈ പറഞ്ഞ സ്പോർട്സ്, പിന്നെ ചിലർ ചോദിക്കുന്ന ചോദ്യമാണ് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പെർഫ്യൂം. നമുക്കിത് നല്ലൊരു ഓപ്ഷനാണ്. വർക്കൗട്ട് ചെയ്യുമ്പോൾ വിയർപ്പിന്റെ ഒക്കെ ഒരു ഉമിഞ്ഞ മണം, ആ ഒരു ദുർഗന്ധം മാറാനായിട്ടൊക്കെ ഈ ഒരു പെർഫ്യൂം നല്ലതായിരിക്കും. പ്രത്യേകിച്ച് വർക്കൗട്ട് ചെയ്തിട്ട് പിന്നെ ശരീരം തണുക്കുമ്പോഴാണ് ആ മണം വരുന്നത്. വർക്കൗട്ട് ചെയ്യുമ്പോൾ ആ മണം വരില്ല, ഒന്ന് ചെയ്തിട്ടൊന്ന് ഇരിക്കുമ്പോഴാണ് ഈ മണം വരുന്നത്, ഈ വിയർപ്പിന്റെ ഒരു ദുർഗന്ധം വരുന്നത്. അപ്പൊ അതിനെയൊക്കെ ഒന്ന് പിടിച്ചു കെട്ടാനായിട്ട് ഇത് നല്ലതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ യൂസ് ചെയ്യാം. പിന്നെ ഇതിന് ഒരു പാർട്ടി ടൈപ്പ് ഫീൽ ഉണ്ട് ഇതിന്. ഞാൻ പറഞ്ഞ ഒരു കോക്ടെയിലിന്റെ ഒക്കെ ഒരു ചുവയുണ്ട്. അപ്പൊ കോക്ടെയിലിന്റെ ഒക്കെ മണം ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ രാത്രി ക്ലബിങ്ങിന് പാർട്ടിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. എനി വെതർ എനി സീസൺ ആണ് എനിക്ക് തോന്നുന്നത്. സ്ട്രിക്റ്റ് ആയിട്ട് ഇത് രാവിലെയും ഉച്ചയ്ക്ക് യൂസ് ചെയ്യുന്നതായിരിക്കും കുറെ കൂടെ നല്ലത്. കാരണം ഇതിലെ ചില നോട്ടുകൾ ചൂട് തട്ടണം, വെയിൽ തട്ടിയാൽ മാത്രമേ പുറത്ത് വരും. അപ്പൊ വെയിലത്ത് ഉപയോഗിക്കുന്നതിനും കുറച്ചും കൂടെ നല്ലത്. വൈകുന്നേരം ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. വെയിൽ തട്ടുമ്പോൾ കുറെ കൂടി നന്നായിട്ട് പ്രൊജക്ട് ചെയ്യും. അപ്പൊ രാവിലെയും ഉച്ചയ്ക്കുമാണ് നിങ്ങൾ കുറെ കൂടി ചേരുന്നത്, ഈ പെർഫ്യൂം ചേരുന്നത്. അപ്പൊ ഇത് എത്ര സ്പ്രേ അടിക്കണം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ കൂടുതൽ വെയിലത്താണ്, ഈ പറഞ്ഞ കളിയും ഓട്ടവും ചാട്ടവും ഒക്കെ ഉള്ളവരാണെങ്കിൽ ഒരു 8-10. ഇനി അതല്ല, നിങ്ങളുടെ ഓഫീസ് AC ഒന്നുമല്ല, ഫാനാണ്, എന്നാൽ കുഴപ്പമില്ലാത്ത ചൂടൊന്നുമില്ല, അങ്ങനെയെങ്കിൽ ഒരു 6. ഓഫീസ് AC ആണ്, കൺട്രോൾഡ് ആയിട്ടുള്ള വെതറാണ്, കുഴപ്പമില്ല, നല്ല അറ്റ്മോസ്ഫിയർ ആണ്, തണുത്തിരിക്കുകയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു 4-5 അത്രയും മതിയാവും. പിന്നെ പറ്റുമെങ്കിൽ ഇടയ്ക്കൊന്ന് ടോപ്പ് ചെയ്താൽ കുറെ കൂടി നല്ലതായിരിക്കും. ഇനി ഇതിന്റെ ലോങ്ജെവിറ്റി, വെയിലത്ത് നന്നായിട്ട് നിന്ന് കേട്ടോ ഈ സാധനം. ഞാൻ വെയിലത്ത് അടിച്ചിട്ട് പോയിട്ട് വെയിലത്ത് നന്നായിട്ട് നിന്നു. അപ്പം എങ്കിലും ഞാൻ കൂടുതൽ ഹൈപ്പ് കൊടുക്കുന്നത് ഒരു 6 മണിക്കൂർ, 6-6.5 മണിക്കൂർ. ഇതാണ് ഞാൻ പറയുന്നത്. നല്ലൊരു ലോങ്ജെവിറ്റി തന്നെയാണ്. ഒരു ഫ്രഷ് പെർഫ്യൂമിനെ സംബന്ധിച്ച് 6-6.5 മണിക്കൂർ നല്ല ലോങ്ജെവിറ്റി തന്നെയാണ്. തരക്കില്ല, നല്ലതാണ്. തരക്കിലല്ല, നല്ല ലോങ്ജെവിറ്റി ആണ് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ. ആദ്യത്തെ 2.5 മണിക്കൂറാണ് സ്ട്രോങ് ആയിട്ടുള്ള പ്രൊജക്ഷൻ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അടുത്തേക്ക് വരുമ്പോൾ മണം കിട്ടുന്ന രീതിയിലേക്ക് മാറും. ആദ്യത്തെ 2.5 മണിക്കൂർ നിങ്ങൾ 8 സ്പ്രേ അടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നിന്നൊക്കെ മണം വരും. സ്ട്രോങ് ആയിരിക്കും, സ്ട്രോങ് ആയിട്ടുള്ള സെൻട്രൽ ഉണ്ടാവും. അത് കഴിയുമ്പോൾ ക്ലോസ് ആയിട്ടുള്ള എൻകൗണ്ടർ. നമ്മൾ അടുത്തേക്ക് വരുമ്പോൾ, നമ്മൾ പാസ് ചെയ്ത് പോകുമ്പോൾ, നമ്മളൊന്ന് സംസാരിക്കും മുന്നോട്ട് വരുമ്പോൾ, നമ്മൾ നടന്നു പോകുമ്പോൾ ഈ മണം ഒരു സെൻട്രൽ ഉണ്ടാവും. നമ്മൾ പോകുമ്പോൾ നമ്മുടെ പിറകെയും ഈ മണം വരും. ആര് യൂസ് ചെയ്യണം? 2 കൂട്ടർക്ക് യൂസ് ചെയ്യാം. മെൻസിന് വിമൻസിന് യൂസ് ചെയ്യാം. ഫ്രഷ് പെർഫ്യൂം ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ 2 കാറ്റഗറിയിൽപ്പെട്ടവർ നിങ്ങൾ ഫ്രഷ് പെർഫ്യൂംസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഡോക്ടേഴ്സ് ആയിട്ടുള്ളവർ,
നഴ്സുമാർ, മെഡിക്കൽ ഫീൽഡിൽ നിൽക്കുന്നവർ, അവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫ്യൂമാണ്. കാരണം അവരാണ് കുറെ കൂടുതൽ ആളുകളുമായിട്ട് തൊട്ടടുത്തേക്ക് നിന്ന് സംസാരിക്കുകയും ഒക്കെ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഒരുപാട് ആളുകളുമായിട്ട് അങ്ങനെ മീറ്റ് ചെയ്യുന്നവർ, ബിസിനസ് അല്ലെങ്കിൽ ക്ലയന്റ് ഒക്കെ ആയിട്ട് പോയി കണ്ട് സംസാരിക്കേണ്ടവർ, കൺവിൻസ് ചെയ്യാനൊക്കെ പോവില്ലേ എന്തെങ്കിലുമൊക്കെ ഒരു ഡീൽ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അത്തരം സാഹചര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫ്യൂമാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ട്രൈ ചെയ്യാനായിട്ട് ഇതിന്റെ 5 ml 10 ml ഡീക്കൻ്റ് ആക്കുന്നുണ്ട്. ഒന്ന് ട്രൈ ചെയ്തിട്ട് വാങ്ങുന്നതാണ് നല്ലത്. അപ്പൊ ഓവറോൾ എങ്ങനെയാണ് ഈ പെർഫ്യൂം? എടുക്കണോ വേണ്ടയോ? ഡെഫിനറ്റ് ആയിട്ട് എടുക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ പറഞ്ഞ ഫ്രഷ് പെർഫ്യൂം ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇത് വർക്കൗട്ട് ആവും. കാരണം ട്രോപ്പിക്കൽ വൈബ് ഒക്കെ ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ട് പലർക്കും ഇഷ്ടപ്പെട്ട ഒരു പെർഫ്യൂമാണ് പസഫിക് ഓറ ട്രോപ്പിക്കൽ വൈബ് ഫ്രഷ് പെർഫ്യൂം ഇഷ്ടപ്പെടുന്നവർക്ക്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ നമ്മുടെ സെയിം വേവ് ലെങ്തിലായിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു പെർഫ്യൂം വർത്തായിരിക്കും. അപ്പം 5 ml 10 ml ഡീക്കിന് ഞാൻ കൊടുക്കുന്നുണ്ട്. ട്രൈ ചെയ്തിട്ട് നിങ്ങൾ ഫുൾ ബോട്ടിൽ വാങ്ങണം വേണ്ടെന്ന് തീരുമാനിക്കുക.